ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ദിസ് ഇസ് നിരഞ്ജന ഹിയർ ഫ്രം ലിയോ ടെയിൽസ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു അടിപൊളി ജ്വല്ലറി ഹോളാണ്. എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ ചെക്കൗട്ട് ചെയ്തൊരു പേജ് ആയിരുന്നു. ഇറ്റ്സ് കോൾഡ് ലിലി ഒറിജിൻ. ഇവിടെ പ്രോഡക്റ്റ്സ് ഞാൻ ആമസോണിലും കണ്ടിട്ടുണ്ട്, ബട്ട് അവിടെ വെബ്സൈറ്റിൽ യു ക്യാൻ ഫൈൻഡ് ഓൾ ഓഫ് ഇറ്റ് ഇൻ വൺ പ്ലേസ്. ബ്രാസ് ജ്വല്ലറിയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ ബ്രാസ് ജ്വല്ലറി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ നിറം ഒന്നും മങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാം. പിന്നെ ഒരു യുണീക്ക് കളറുമാണ്, ഒരു പളപള മഞ്ഞ കളർ സ്വർണ്ണ കളറും അല്ല, എന്നാൽ ഒരു ഭയങ്കര ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ഫീലിംഗും തരില്ല. ആൻഡ് വെരി അഫോർഡബിളി പ്രൈസ്ഡ്. അപ്പോൾ ഇവിടെ പ്രൈസിംഗ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ക്വാളിറ്റി ഒന്നും കാണില്ല എന്ന്, ഗിമ്മിക്കി ആയിരിക്കും എന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരുന്നത്. കാരണം മോതിരങ്ങൾക്കൊക്കെ 99, ബ്രേസ്ലെറ്റ്സിനൊക്കെ 129, 149 അങ്ങനെയൊക്കെ. സോ ഞാൻ പ്രൈമറിലി അവരുടെ പേജിൽ നിന്ന് കുറേ ഇയറിങ്സും ബ്രേസ്ലെറ്റ്സും, കുറേ എന്ന് പറയുമ്പോൾ കുറച്ചധികം മോതിരങ്ങളും ഇത്ര സാധനങ്ങളാണ് വാങ്ങിയത്. ദേ ഓൾസോ ഹാവ് എ സെക്ഷൻ ഓഫ് ഇമിറ്റേഷൻ ജ്വല്ലറി ഓൾസോ. അത് കൃത്യമായിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏതാണ് ബ്രാസ് ജ്വല്ലറി ഏതാണ് ഇമിറ്റേഷൻ എന്നുള്ളത്. ബട്ട് വെരി ഗുഡ് പ്രൈസ് പോയിന്റ്. ആൻഡ് ഞാൻ രണ്ടു വട്ടം ഇപ്പോൾ ഓർഡർ ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഐ എം റിയലി ഹാപ്പി വിത്ത് ദ ക്വാളിറ്റി ആൻഡ് ഓൾസോ ദ സൈസിങ്. കുറച്ച് ഇതൊക്കെ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ കൈ സൈസൊക്കെ കുറച്ച് വലുതാണ്, ഈവൻ റിംഗ് സൈസും. അപ്പം അഡ്ജസ്റ്റബിൾ എന്ന് കണ്ടപ്പം മോസ്റ്റ്ലി ഫിറ്റ് ആവില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് ചബി ആയിട്ടുള്ള ആൾക്കാർക്കും ഫിറ്റ് ആവുന്ന നിലയിലുള്ള തന്നെ അവരുടെ ജ്വല്ലറി ആൻഡ് വെരി ഗുഡ് ക്വാളിറ്റി ആസ് വെൽ. പിന്നെ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൻ്റെ മേലെ ഷോപ്പ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദിസ് ജ്വല്ലറി ഓർഗനൈസർ ബോക്സ് ഫോർ ഫ്രീ. 1199 അങ്ങനെ എന്തോ ആണ്, അത് ചെക്ക് ചെയ്യണം, വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് എ ഗുഡ് വൺ. വേറെ ഇറ്റ്സ് എ ജനറിക് ബോക്സ് ആക്ച്വലി, അങ്ങനെ ലിലി ഒറിജിൻ ബ്രാൻഡിങ് ഒന്നുമില്ല. ആൻഡ് this will come in handy when you're traveling. ഇവിടെ there's a pouch, ഇവിടെ എന്തെങ്കിലും തൂക്കിയിടാം. ആൻഡ് ഇവിടെ മോതിരങ്ങളോ സ്റ്റഡ്സോ വെക്കാം. ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ഉണ്ട്, സോ വേണമെങ്കിൽ അത് എടുത്തും മാറ്റാം. ഐ വുഡൻറ്റ് സേ ഈ ഒരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റിന് വേണ്ടിയിട്ട് യു ഷുഡ് പർച്ചേസ് സംതിങ് ഫ്രം ലിലി ഒറിജിൻ എന്ന് പറയുന്നില്ല. ബട്ട് ഓൾറെഡി ദ പ്രൊഡക്ട്സ് എ വാല്യൂ ഫോർ മണി. അപ്പോൾ അതിൻ്റെ കൂടെ സംതിങ് ലൈക്ക് ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഓഫർ ടു ഗോ ഫോർ. സോ നമുക്ക് അധികം സമയം കളയാതെ ഐ ഡിവൈഡ് ഇൻടു 3 parts and show you. I'll start with the bracelets. അങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, എങ്കിലും ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. സോ ഇതാണ് ഫസ്റ്റ് ബ്രേസ്ലെറ്റ്. ഇതിൻ്റെ ഡിസൈൻസാണ് എനിക്ക് ഭയങ്കര ക്ലാസി ആയിട്ട് തോന്നിയത്. അതായത് നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സൽവാറിൻ്റെ കൂടെയോ ഒരു ഈവൻ സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാനോ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡിസൈൻസാണ്. ഒരുപാട് ഇങ്ങനെ കുറച്ച് സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനത്തെ എലഗൻറ്റ് ഡിസൈൻസ് അവൈലബിൾ ആണ്. അതല്ല കുറച്ചുകൂടെ ഇതിനെക്കാട്ടിലും തിക്കായിട്ടുള്ള റിസ്റ്റ് നല്ല കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള കഫ് ബ്രേസ്ലെറ്റ്സും ഉണ്ട്. എനിക്ക് എൻ്റെ കൈക്ക് കുറച്ച് തടികളുണ്ട്, അങ്ങനത്തത് ചേരില്ല. അപ്പോൾ അത് ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് ആണ്. ഇത് തന്നെയും കുറച്ച് അകത്തോട്ട് കയറ്റി ഇടാനും ഒക്കെ പറ്റും, കാരണം അഡ്ജസ്റ്റബിൾ ആണല്ലോ. ഞാൻ യാത്രയ്ക്കൊക്കെ പോയപ്പോൾ കൊണ്ടുപോയി. ഇപ്പം വീട്ടിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, നാട്ടിൽ തന്നെ ഉള്ളപ്പോൾ ഓക്കെയാണ്, ഞാൻ കെയർ ചെയ്യും. പക്ഷേ ട്രിപ്പിനൊക്കെ പോയ സമയത്ത് ഇത് ചിലപ്പോൾ കയ്യിൽ വെള്ളം തെറിക്കുന്നുണ്ടാവും, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അത്രയൊന്നും കെയർ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ തിരിച്ചു കൊണ്ടുവന്നിട്ടും കളറിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആളുമാണ്. അപ്പം ഞാൻ തായ്ലൻഡിലൊക്കെ പോയിട്ട് വന്നപ്പോൾ നല്ല സ്വെറ്റിയായി കൈയൊക്കെ, പക്ഷേ യാതൊരു പ്രോബ്ലവും ഉണ്ടായില്ല. ഒട്ടും ചൊറിച്ചിലോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഹൈപ്പോ അലർജനിക്ക് തന്നെയാണ്. ഞാൻ എൻ്റെ സ്കിൻ ആക്ച്വലി കുറച്ച് സെൻസിറ്റീവും ആണ്. അങ്ങനെയുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായില്ല എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ കുറേ മണിക്കൂറുകൾ വെബ്സൈറ്റിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് എന്തെങ്കിലുമൊക്കെ അവസാനം തിരഞ്ഞെടുത്തത്. എനിക്ക് മേ ബി ഇതായിരിക്കാം കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെടാതിരുന്ന ഒരു ബ്രേസ്ലെറ്റ്. അയ്യോ, അത് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ മിക്സ് ആയിപ്പോയെന്ന് തോന്നുന്നു. ആ ബ്രേസ്ലെറ്റ് ഇടുന്ന എന്തെങ്കിലും ഒരു സ്നിപ്പറ്റ് ഉറപ്പായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ഓൾവേസ് തോട്ട് ഇറ്റ് ഇസ് ലൈക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അങ്ങനെ. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഭയങ്കര നല്ലതായിരുന്നു. ദിസ് ഇസ് ഓൾസോ മൈ ഫേവറേറ്റ്, സിക്സാക് ഡിസൈനിൽ വരുന്നത്. ഇനി മൂന്നാമത്തതാണെന്ന് തോന്നുന്നു ഞാൻ പറയാൻ വന്നത്. അത് വള പോലെ തന്നെയാണ് കിടന്നത്. ഇതെനിക്ക് അത്ര ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് വാച്ചുകളുടെ കൂടെ പെയർ ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം. അതും നല്ലൊരു ഭംഗിയാണ്. സിംഗിൾ ഹാൻഡായിട്ട് കയ്യിൽ ഉപയോഗിക്കണം എന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു നെക്ലസ് പിക്ക് ചെയ്തു. ഒന്നുമില്ല, ഒരു സ്പ്രിംഗ് പോലത്തെ ഒരു സാധനമാണ്. അത്യാവശ്യം തടിയുള്ള കഴുത്താണെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് അത്യാവശ്യം തടിയുണ്ട്. സോ ഒരു ചോക്കർ പോലെ, എന്നാൽ ഭയങ്കരമായിട്ട് മുട്ടിക്കിടക്കത്തുമില്ല. എഗെയിൻ സ്വെറ്റ് ചെയ്താലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഇസ് സ്റ്റൈലിഷ്. അത് നമ്മൾ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുന്ന പോലെ ഇരിക്കും. ടേർട്ടിൽ നെക്കിൻ്റെ കൂടെ കിട്ടാൻ ചിലപ്പോൾ രസമായിരിക്കും. അതല്ലാതെ തന്നെ ഇറ്റ് ലുക്സ് ഗുഡ് എന്ന് തോന്നി. കംഫർട്ടബിൾ ആയിരുന്നു ഇടാനായിട്ട്. പിന്നെ ഒരു സെറ്റ് മോതിരങ്ങൾ. എനിക്ക് മോതിരം ഭയങ്കര ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് കുറേ മോതിരങ്ങൾ പിക്ക് ചെയ്തു. ഇതാണ് ഞാൻ അവിടെ വെബ്സൈറ്റിൽ ഏറ്റവും ആദ്യം കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു പോയ ഒരു പീസ്. ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് പോയ പീസ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മോതിരം. സിംഗിളായിട്ട് ഇടാനുള്ള ഫ്ലവർ ഭയങ്കര ഭംഗിയാണ്. ഇതെല്ലാം ഈ മോതിരങ്ങളെല്ലാം അണ്ടർ 99 ആണ്, 99. പിന്നെ ഇങ്ങനത്തെ റിങ്സ്, ഇത് നമുക്ക് എനിക്ക് തടിയുള്ള വിരലുകളാണ്. അപ്പോൾ അഡ്ജസ്റ്റബിൾ റിങ്സ് അല്ലാതെ വേറെ ഒരു പരിപാടി എനിക്ക് നടക്കത്തില്ല. സോ ഈ
ഇങ്ങനെ കുഞ്ഞ് റിങ് പോലെ ഇടുമല്ലോ, അതായത് ഫിംഗർ ഫുൾ ഇടാതെ ഫിംഗറിൻ്റെ ടോപ്പ് ഏരിയയിൽ ഇട്ടിട്ട് അങ്ങനെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതല്ല ഫുൾ റിങ്സ് ആയിട്ടും യൂസ് ചെയ്യാം. തമ്പിലോ ഏത് വിരലിൽ വേണമെങ്കിലും ഫിറ്റ് ആവും. അങ്ങനെ ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രോഡക്ട്സിന്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. ഈ 2-3 റിങ്ങൊക്കെ പെയർ ചെയ്തൊക്കെ ഒരേ കയ്യിൽ തന്നെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. അപ്പം അങ്ങനെയൊക്കെ ഇടാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇങ്ങനത്തെ ചില പാർട്ടി വെയർ പോലത്തെ പീസസും ഉണ്ട്. ഒരു സിംഗിൾ റിങ് മാത്രം ഇട്ടാൽ മതി, കാണാൻ ക്വർക്കിയാണ് അല്ലേ. ഇറ്റ്സ് 99 rupees. സോ ഏതാണ് കാണാൻ സിമിലർ ആണ് പല റിംഗ് ഡിസൈൻസും. then again വേറെയും കുറേ ഡിസൈൻസ് അവൈലബിൾ ആണ്. എനിക്ക് ഇങ്ങനത്തെ ഡിസൈൻസാണ് പൊതുവേ ഇഷ്ടം എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പിക്ക് ചെയ്തത് ഈ ടൈപ്പാണ്. ഇങ്ങനെ പെയർ ചെയ്തിടുന്നതൊക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. സിൽവർ ജ്വല്ലറിയേക്കാളും എൻ്റെ സ്കിന്നുമായിട്ട് കുറച്ചുകൂടി ഇണങ്ങുന്നതും എപ്പോഴും വാം ടോൺഡ് ആയതുകൊണ്ട് ഗോൾഡൻ ആണെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ മഞ്ഞ സ്വർണ്ണം ടൈപ്പ് എനിക്ക് ഇഷ്ടവുമല്ല. ഈ റിങ്ങൊക്കെ ഞാൻ ഓഫീസിലൊക്കെ മാസങ്ങളോളം ഇട്ടിട്ടുണ്ട്. കൈയൊക്കെ ഒരുപാട് വെള്ളം നനഞ്ഞിട്ടുണ്ട്. ഈ ബ്രാസ് ആൻഡ് ജ്വല്ലറി ആകുമ്പോൾ ചെറുതായിട്ട് നിറം മങ്ങും. നമുക്കത് വാഷ് ചെയ്ത് തിരിച്ച് യൂസ് ചെയ്യാം. ഒരു മെറ്റലിൻ്റെ ഒരു സ്മെല്ലുണ്ട്, പക്ഷേ ഗ്രീൻ കളർ കയ്യിലാവുകയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയും വരില്ല. സോ ഗോൾഡിനൊരു പ്രോപ്പർ ഓൾട്ടർനേറ്റീവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇമിറ്റേഷൻ ജ്വല്ലറിയും എനിക്ക് ഗോൾഡ് പ്ലേറ്റഡ് ഒന്നും ഒരിക്കലും വർക്കാവില്ല. വളരെ പെട്ടെന്ന് അത് കറക്കും. സോൾട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ജ്വല്ലറി എൻ്റെ കയ്യിലുണ്ട്. പെട്ടെന്ന് 1-2 ഇടലിന് തന്നെ അത് കറക്കുമായിരുന്നു. മോതിരവും കമ്മലുമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം, കാരണം സ്വെറ്റ് ചെയ്യുന്ന ഏരിയാസ് ആണല്ലോ. ബട്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെയും ലില്ലി ഒറിജിൻ ഉണ്ടായില്ല. ഇനി ഇവിടെ കമ്മലുകൾ ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഫേവറേറ്റ് കമ്മലാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പാർട്ടി വെയർ പോലെയാണ്. ഇതും എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു പീസാണ്. ആ ഡിസൈനിൽ തന്നെ ഒരു സെൽഫ് ഒരു വർക്ക് പോലെയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്കാണെങ്കിൽ പണ്ടേ വലിയ കമ്മലുകൾ വലിയ ഇഷ്ടമാണ്. ഫേസിൽ കൊള്ളുന്ന സ്ഥലത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, സ്വെറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവിടെ എങ്ങാനും എന്തെങ്കിലും ഇറിറ്റേഷൻ വരുമോ. അങ്ങനെയൊന്നുമുള്ള യാതൊരു പ്രോബ്ലവും ഇല്ല. എനിക്ക് ഈവൻ ഇട്ടിട്ട് ഹോളിലും അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. സ്പെല്ലിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഇതും ഇങ്ങനത്തെ ചെറുതും വലുതുമായിട്ടുള്ള, അതായത് ഡെയിലി വെയർ പോലെ ഇടാവുന്നത്, പാർട്ടി വെയർ പോലെ ഇടാവുന്നത്, അങ്ങനത്തെ പല പല കോമ്പിനേഷൻസിൽ പല സൈസസിൽ അവൈലബിൾ ആണ്. ഐ തിങ്ക് ഇതിൻ്റെയൊക്കെ ഞാൻ കോംബോ പോലെയൊക്കെയാണല്ലോ വാങ്ങിയത്. സോ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ബട്ട് ഓൾ ഓഫ് ദിസ് ഇസ് അണ്ടർ 199 ഈച്ച് പീസ്. അതെനിക്ക് ഉറപ്പായിട്ട് അറിയാം. സോ ഇതെല്ലാം അതിൻ്റെ ഷേപ്പൊക്കെ ആക്ച്വലി ഭയങ്കര ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു യുണീക്നെസ് ഉള്ള ഒരു കമ്മലാണ്. പിന്നെ ഞാൻ പിക്ക് ചെയ്തത് ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ളത് തന്നെയാണ്. ഇതും ക്യൂട്ടാണ്. മറ്റേതിൻ്റെ അത്ര വലുതല്ല, പക്ഷേ ഐ ലൈക്ക് ദി ഡിസൈൻ. ലൈക്ക് 2 സൈഡിൽ ഹാർട്ട്, ഒരു സൈഡിലൊരു സ്ക്വയർ, അങ്ങനത്തെ ഒരു ഡിസൈനാണ്. ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാം. ജീൻസിൻ്റെ കൂടെ പൊതുവെ വലിയ കമ്മലുകൾ ഞാനങ്ങനെ ഉപയോഗിക്കില്ല. പക്ഷേ ഈ ടൈപ്പ് കമ്മലൊക്കെ വന്നപ്പോൾ ജീൻസിൻ്റെ ടോപ്പിനും കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. ഇറ്റ് വിൽ ഗോ വിത്ത് എനി ലുക്ക് എന്നുള്ളതാണ്. ആൻഡ് വെരി വെരി കംഫർട്ടബിൾ, നല്ല ക്വാളിറ്റിയാണ്. ഇനി അങ്ങോട്ട് ഞാൻ കാണിക്കുന്ന കമ്മലുകൾ ബ്രാസ് അല്ല, ഇതവിടെ ഫാഷൻ ജ്വല്ലറി കാറ്റഗറി പെടുന്നതാണ്. ഇത് മറ്റേ ഓൾഡ് മണി വൈബ്സ് തരുന്നൊരു കമ്മലാണ്. ഞാനൊരു ഫോട്ടോ ഇട്ട് എൻ്റെ DP ആയിട്ട് ഒരിക്കൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വാട്സാപ്പിൽ. അത് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചോദിച്ചൊരു കമ്മലായിരുന്നു അത്. ഇതും ഒരു എന്താണ് പറയുക, അസിമെട്രിക് അല്ലേ. ഒരേ ഡിസൈനും ഒരേ ലെങ്ത്തുമാണ്, പക്ഷേ തല തിരിച്ചിട്ടാണ് ഒരു സൈഡ്. ദാറ്റ് ഈസ് ക്യൂട്ട് ആസ് വെൽ. സോ ഇതിനൊക്കെ ചിലപ്പോൾ കറക്കുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ബ്രാസ് ജ്വല്ലറി അല്ല. പക്ഷേ കൃത്യമായിട്ട് അതിൽ മാർക്കിംഗ് ഉണ്ട് ബ്രാസ് ജ്വല്ലറി അല്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല വാങ്ങുന്ന സമയത്ത്. സോഫാർ ഇതിൻ്റെ നിറത്തിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ഇതെല്ലാം നല്ല നല്ല ഡിസൈൻസാണ് കേട്ടോ. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ്. സ്റ്റോൺസ് വരുന്ന കമ്മലുകൾ അധികം കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കമ്മലുകൾ കൂടുതലും ഈ ഒരു കളർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ടാൽ എഗെയിൻ ആ മ്യൂട്ടഡ് കളറാണ്. ദിസ് ദ ഹാഫ് സൺ എന്നോ അങ്ങനെ എന്താണ് എൻ്റെ പേര്. ഇതും കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നി. ഇടുമ്പോൾ ഇറ്റ്സ് നൈസ്. മുടി കെട്ടി വെച്ചിട്ടൊക്കെ പോണി ഒക്കെ കെട്ടി വെച്ചിട്ട് ഇടുമ്പോൾ കമ്മൽ കുറച്ചും കൂടി വിസിബിളായിട്ട് കാണും. ഇങ്ങനത്തെ ഡിസൈൻസ് അഴിച്ചിടുമ്പോൾ അത്രയും വിസിബിളായിട്ട് കാണില്ല. പിന്നെ ഇത് എൻ്റെ കൂടെ ഫ്രീ കിട്ടിയൊരു കമ്മലായിരുന്നു, ഐ തിങ്ക് ഫസ്റ്റ് പർച്ചേസിൻ്റെ സമയത്ത്. പിന്നെ 2-3 കുഞ്ഞു കമ്മലുകളും കൂടെ ഐ തിങ്ക് 39-49 rupees എന്തോ കണ്ടിട്ട് വാങ്ങി. ഇതുവരെ കളറൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ 3 മാസമായി വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. നിറമൊന്നും പോയിട്ടില്ല. ഇറ്റ്സ് ക്യൂട്ട്. ആ ഒരു പ്രൈസിന് കൊള്ളാമെന്ന് തോന്നി. പിന്നെ ഇത് ഐ തിങ്ക് എക്സ്ട്രാ ഫ്രീബി ആയിട്ടോ എന്തോ ഗിഫ്റ്റായിട്ടോ കിട്ടിയതാണ്. സ്റ്റിൽ എ ക്യൂട്ട് കമ്മൽ, കംസ് ഇൻ ഹാൻഡി. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ടുഡേയ്സ് വീഡിയോ. ലില്ലി ഒറിജിൻ തീർച്ചയായിട്ടും ഒരു നല്ല പേജ് തന്നെയാണ്, കാരണം അവിടെ ഇമിറ്റേഷൻ ജ്വല്ലറിയും പെട്ടെന്നൊന്നും ഫെയ്ഡ് ആകുന്നില്ല. ബ്രാസ് ജ്വല്ലറി ഈസ് ഗുഡ്. ആ ഒരു പ്രൈസിന് ഇറ്റ്സ് വാല്യൂ ഫോർ മണി. അപ്പോൾ ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഓർ ഇഫ് യു ആർ ഇൻ എ ബഡ്ജറ്റ്, ഈവൻ അതർവൈസ് ഈ ഗോൾഡ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ, പക്ഷേ ഐ ഓൾവേസ് ഫീൽ ഈ ബ്രാസ് ഈ കളർ ഒരു ഭയങ്കര ഒരു ക്ലാസി ലുക്ക് തരുന്നൊരു സാധനമാണ്. ഇപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു കോട്ട് സെറ്റാണ്. ഇങ്ങനത്തെ ഉടുപ്പുകളുടെ കൂടെ ആണെങ്കിലും കുർത്താ സെറ്റിൻ്റെ കൂടെ ആണെങ്കിലും ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ തന്നെ ആ റിങ്സ് ഒക്കെ പെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ കഫ് ബ്രേസ്ലെറ്റ്സ് വാച്ചിൻ്റെ കൂടെയൊക്കെ ഇടാമല്ലോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ പേജ് ചെക്കൗട്ട് ചെയ്യാം. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.